നമ്മൾ അടുത്തൊരു പഠിതാവിലേക്ക് പോകുന്നു. പീസ് റേഡിയോ 15-ാം മൊഡ്യൂളിൻ്റെ 100 കണക്കിന് ആളുകൾ എഴുതിയ പരീക്ഷയിൽ ആദ്യത്തെ 3 സ്ഥാനങ്ങളിലേക്കും പിന്നെയുള്ള 10 ഇടങ്ങളിലേക്കും എത്തുന്ന വ്യക്തികളെ തേടിയുള്ള യാത്രയാണ്. ഒക്കെ സ്ത്രീകളാണ്. പഠനരംഗത്ത് അവരാണ് മുന്നിൽ എന്ന് സന്തോഷപൂർവ്വം പറയാണ്. ഏതായാലും അടുത്തൊരു പഠിതാവ് ജോയിൻ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. മെഹ്റൻ നിസ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ നമ്മളെക്കാളും പ്രായമുള്ള ആളുകളാകും. നമുക്ക് അവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയാത്തതുകൊണ്ടുള്ളൊരു വിഷമമുണ്ട്. എന്തായാലും നിങ്ങളൊന്ന് വ്യക്തിപരമായി പരിചയപ്പെടുത്തിക്കോളൂ. മെഹർനിസ. പേര് മെഹർനിസ. പ്രായം 68 വയസ്സായി. ഓ മാഷാ അല്ലാഹ്. മക്കള്? 2 മക്കൾ. എന്ത് ചെയ്യുന്നു? ഒരാള് ഡോക്ടറാണ്, ഒരാൾ എഞ്ചിനീയർ. മക്കളൊക്കെ കിട്ടുമോ? ഇടക്ക് കാണാൻ കിട്ടുമോ? മോളെ കിട്ടും. മോളെ കൂടെയാണ് താമസിക്കുന്നത്. മോനെവിടെയാ? മോൻ റിയാദില്. ഓക്കെ. മക്കൾ എത്ര പേരക്കുട്ടികളുണ്ട്? 5 പേര്. മാഷാ അല്ലാഹ്. പേരക്കുട്ടികളൊക്കെ ഇനിയും കുറെ വേണമെന്ന് അവരോട് പറയണം. എന്നാലേ നമുക്ക് പ്രാർത്ഥിക്കാൻ കുറെ ആളെ കിട്ടുള്ളൂ. ഒരു പ്രൊഫഷണലുകളായതുകൊണ്ടേ തിരക്കുണ്ടാവും. തിരക്കാണ്. എവിടെയാണ് നിങ്ങളെ സ്വദേശം? എവിടെയാണ്? കൊല്ലം ജില്ലയിലെ ചടയമംഗലം. ഈ വെള്ളിയാഴ്ച പള്ളിയിലൊക്കെ പോകാൻ സൗകര്യപ്പെടുന്ന സ്ഥലമാണോ? അല്ല, പള്ളിയില്ല. പള്ളിയില്ല. അത് പള്ളി ഉണ്ടായിട്ട് പോവാത്തതാണോ? എന്താണ്? ഓക്കെ. ദീനിയായി കാര്യങ്ങൾ പഠിക്കാൻ വേറെ എന്ത് ക്ലാസ്സുകളും സൗകര്യങ്ങളൊക്കെയാണ് കിട്ടുക? വായിക്കും പുസ്തകങ്ങൾ. ഓക്കെ. നിങ്ങൾ എന്തുവരെ പഠിച്ചു? വിദ്യാഭ്യാസം? BSc B.Ed. കേട്ടില്ല. BSc B.Ed. ഓക്കെ, മാഷാ അല്ലാഹ്. നേരത്തെ ജോലിക്ക് എന്തെങ്കിലും പോയിരുന്നോ? ജോലി ഉണ്ടായിരുന്നു. അപ്പോ പെൻഷനറാണ്? പെൻഷനറാണ്. അപ്പൊ മക്കളെ എമൗണ്ട് ഒന്നും ആവശ്യമില്ല. ഹസ്ബൻഡും വർക്ക് ചെയ്തിരുന്നു. ആളില്ലേ? കൂടെ ഉണ്ട്. ഓക്കെ. എന്തായാലും ശ്രോതാക്കളോട് ഞാൻ പറയാണ്, 68 വയസ്സുള്ള പെൻഷനറായിട്ടുള്ള ഒരു ഉമ്മ, അവർ ആയിരങ്ങൾ പങ്കെടുക്കുന്ന ഒരു പരീക്ഷയിൽ അവർ എല്ലാ ദിവസവും, ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയാണ്, ഉത്തരം അയക്കേണ്ടതിനൊരു ടൈമുണ്ട്. ആ ടൈമിനുള്ളിൽ അയച്ചാൽ മാത്രമേ ഫുൾ പെർസെൻറ്റേജ് മാർക്ക് കിട്ടുള്ളൂ. എല്ലാ ദിവസവും അവർ ഉത്തരം അയച്ചു എന്ന് മാത്രമല്ല, അവർ പബ്ലിക് എക്സാം എഴുതി അതിൽ നിശ്ചിത മാർക്ക് വാങ്ങി ആദ്യത്തെ 3 ആളാകാനുള്ള മത്സരത്തിലാണിപ്പോൾ നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത്. ഒരു ജോലികാലമൊക്കെ കഴിഞ്ഞ ഒരു റെസ്റ്റ് ലൈഫിൽ ഒഴിഞ്ഞിരിക്കേണ്ട ഒരാളാണ്. അവർക്ക് അവരുടെ പ്രദേശത്ത് വേറെ പഠിക്കാൻ അങ്ങനെ എത്തിപ്പെടാവുന്ന സൗകര്യങ്ങളൊന്നുമില്ല. പീസ് റേഡിയോ അവർക്ക് ഒരു അവലംബമാണ്. നിങ്ങൾ ഈ കോഴ്സിനെ കുറിച്ച് എങ്ങനെയാണ് അറിയണത്? എങ്ങനെയാണ്? ഒരു ഗ്രൂപ്പിൽ ഇങ്ങനെ കണ്ടു, അന്ന് തുടങ്ങുന്നു, അഞ്ഞൂർ കോഴ്സ് തുടങ്ങുന്നൊക്കെ. അങ്ങനെ അപ്പോഴേന്ന് മോളെ കൊണ്ട് രജിസ്റ്റർ ചെയ്യിപ്പിച്ചു. അന്ന് തൊട്ട് എല്ലാ ക്ലാസ്സിലും പങ്കെടുക്കുന്നു. നിങ്ങൾ 500 എല്ലാ ക്ലാസ്സും പങ്കെടുക്കുന്നുണ്ട്? എല്ലാ ക്ലാസ്സും. നോട്ട്സ് ഒക്കെ എഴുതുന്നുണ്ട്? നോട്ട്സ് ഒക്കെ എഴുതും. മാഷാ അല്ലാഹ്. അപ്പോൾ ഞാൻ ഇനി ആ ഭാഗത്ത് വരുമ്പോൾ നിങ്ങളെ വീട്ടിലൊന്ന് വന്ന് നിങ്ങളെ നോട്ട്സൊക്കെ ഒന്ന് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും കാണിക്കും. എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ. ഞാൻ വന്നതെന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ആടുണ്ടെങ്കിൽ കോഴി വേണ്ടി വരും, കോഴി ഉണ്ടെങ്കിൽ ബീഫ് വേണ്ടി വരും. എല്ലാം കൂടി ഉണ്ടാവുമ്പോൾ മത്സ്യം നിർബന്ധമായിരിക്കും. ബുദ്ധിമുട്ടാവോ? ഇല്ല. ഓക്കെ, മഷ്കൂർ. ശരി. ഏതായാലും എനിക്ക് വളരെ ഫ്രീ ആയിട്ട് കുറച്ച് പ്രായമുള്ള ആളുകളെ കിട്ടുമ്പോൾ നമുക്ക് സംസാരിക്കാനൊരു ഇത്തിരി ഇഷ്ടമാണ്. ബാറക്കല്ലാഹു ഫീക്ക്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, മക്കളിലും ബർക്കത്ത് ചെയ്യട്ടെ. മോളോടൊക്കെ നന്നായിട്ട് പഠിക്കാൻ പറയണം. പ്രത്യേകിച്ച് മോളുണ്ടോ? അടുത്തുണ്ടോ? ഇല്ല, എത്തിയിട്ടില്ല. ഹോസ്പിറ്റലാണ്. മോളോട് ഇനി എന്ത് തിരക്കുണ്ടെങ്കിലും വണ്ടിയിൽ തുറന്നിട്ട് പോയാൽ മതിയല്ലോ റേഡിയോ. അങ്ങനെ അവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, മഷ്കൂർ. അപ്പോൾ എൻ്റെ പ്രത്യേക അന്വേഷണം മോളോട് പറയണം, മോനോടും പറയണം. കേൾക്കാമോ? ഹലോ, കേൾക്കാം. എൻ്റെ അന്വേഷണം പറയണമെന്ന് പറയാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, നമ്മൾ അടുത്തൊരു ശ്രോതാവിനോടുള്ള 5 ചോദ്യമാണ് നിങ്ങളോട് ഉണ്ടാവുക. ഞാൻ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബാക്ക്ഗ്രൗണ്ടിലൊരു ശബ്ദം കേൾക്കും. ആ ശബ്ദം കഴിയുമ്പോൾ
ഉത്തരം തുടങ്ങേണ്ട സമയം കഴിഞ്ഞു. ആ സമയത്ത് ഉത്തരം തുടങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ ഉത്തരം പറയാൻ പറ്റില്ല. തുടങ്ങി വെച്ചാൽ അത് പൂർത്തീകരിക്കാം. ശരി, അടുത്ത ചോദ്യം ഇതാണ്. അവരോടുള്ള കരാർ നമുക്ക് പൂർത്തിയാക്കാം. അവർക്കെതിരെ നമുക്ക് അള്ളാഹുവിനോട് സഹായം തേടാം. ബദർ യുദ്ധവേളയിൽ ഇങ്ങനെ പ്രസ്താവിച്ചത് ആരാണ് എന്നാണ് ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുദൈഫ റളിയല്ലാഹു അൻഹു. ഓക്കെ, വളരെ സിമ്പിളായിട്ട് ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. ഇനി കുറച്ച് നല്ല ടൈറ്റുള്ളൊരു ചോദ്യം ഞാനൊന്ന് ചോദിക്കട്ടെ. വളരെ സിമ്പിളായ ചോദ്യമാണ് ഇപ്പോൾ വന്നത്. നമസ്കാരം മനുഷ്യനെ ഏതൊക്കെ കാര്യങ്ങളിൽ നിന്ന് തടയുമെന്നാണ് അള്ളാഹു പറയുന്നത്? ദുഷ്പ്രവർത്തികളിൽ നിന്ന് തടയും. നിഷിദ്ധങ്ങളിൽ നിന്ന് തടയും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. കുറച്ചൊരു വിശദമായി പറയാനുള്ള ചോദ്യമാണ്. അന്ത്യദിനത്തിൽ അള്ളാഹു തന്നെ നേരിട്ട് അവരെ എതിർക്കുമെന്ന് പ്രഖ്യാപിച്ച 3 വിഭാഗങ്ങളുണ്ട്. ആരെല്ലാമാണ്? അന്ത്യദിനത്തിൽ അള്ളാഹു തന്നെ നേരിട്ട് അവരെ എതിർക്കുമെന്ന് പ്രഖ്യാപിച്ച 3 വിഭാഗങ്ങൾ. അതിലൊരു വിഭാഗം വാക്ക് നൽകിയിട്ട് വഞ്ചന കാണിക്കുന്നവരാണ്. വാക്ക് നൽകി കരാർ പാലിക്കാത്തവര്. പിന്നെ മാതാപിതാക്കളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു. ഇല്ല, കുഴപ്പമില്ല. ഓക്കെ, 3 ചോദ്യങ്ങൾ, 2 എണ്ണത്തിന് വളരെ വേഗത്തിൽ ഉത്തരം നൽകുന്നു. മൂന്നാമത്തതിൽ കുറച്ചൊരു വ്യക്തതകൾ വരാനുണ്ട്. എന്തായാലും മാർക്ക് ജഡ്ജ്മെൻറ്റ് പാനലിൽ നിന്ന് വരട്ടെ, അത് സംബന്ധിച്ച് ഞാൻ കമൻറ്റ് പറയണില്ല. എന്നാൽ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകുന്നു. ചോദ്യം ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനു ശേഷം അവിടുത്തെ ഖബർ ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്വഹാബികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. ലഹദ് രൂപത്തിലാണോ ഷക്ക് രൂപത്തിലാണോ ഖബർ കുഴിക്കേണ്ടത്? ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ലഹദ് രീതിയിൽ ഖബർ കുഴിക്കുന്ന ആളുടെ അടുത്തേക്കും ഷക്ക് രീതിയിൽ ഖബർ കുഴിക്കുന്ന ആളുടെ അടുത്തേക്കും ആളുകളെ അയച്ചു. ഈ 2 വിഭാഗത്തിൽ ആരാണോ ആദ്യം എത്തുന്നത് അവരുടെ രീതി സ്വീകരിക്കാം എന്നായിരുന്നു തീരുമാനം. ഇതിൽ നിന്ന് 2 ചോദ്യങ്ങളുണ്ട്. എന്താണ് ലഹദ്? എന്താണ് ഷക്ക്? ഈ 2 രീതിയിലുള്ള ഖബർ കുഴിക്കൽ എന്താണെന്നുള്ളതാണ് ചോദ്യം നമ്പർ 1. പറഞ്ഞോളൂ, എന്നിട്ട് അടുത്ത് ചോദിക്കാം. ലഹദ് കുഴിച്ചിട്ട് സൈഡിലോട്ട് തുറന്ന് ഖബർ, ചെറിയ ഖബർ ഉണ്ടാക്കുന്നു. ഷക്ക വലിയ ഖബറിനകത്ത് തന്നെ ചെറിയ ഖബർ ഉണ്ടാക്കും. ഏത് രീതിയിലുള്ള ഖബറിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറമാടിയതെന്നാണ് അടുത്ത ചോദ്യം. ലഹദ്. ഓക്കെ, മാഷാ അല്ലാഹ്. 3 ചോദ്യങ്ങൾ പിന്നിട്ടു. 3 അല്ലേ ഷംജി? ഷഹീർ 4 ആയി അല്ലേ? ഓക്കെ ഓക്കെ. ഫൈനൽ ക്വസ്റ്റ്യൻ ഇതാണ്. ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല കരാർ പാലനത്തിന്റെ വക്താവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ആരെയാണ്? ഓ, മാഷാ അല്ലാഹ്. അപ്പോൾ എല്ലാ മൊഡ്യൂളും ചെയ്ത് ഖുർആൻ പൂർണ്ണമായി നമ്മളെ എന്താ പറയുക 500 വഴി പൂർത്തീകരിച്ച് അങ്ങനെ ദീർഘായുസ് കിട്ടി ഈമാനോടെ ഇഖ്ലാസോടെ മരിക്കാനുള്ള തൗഫീക്ക് കിട്ടട്ടെ. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം ഇൻഷാ അല്ലാഹ്. ഞങ്ങൾക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ്. ബറക്കല്ലാഹു ഫീക്ക്. റേഡിയോയിലെ മറ്റു പരിപാടികൾ കേൾക്കാറുണ്ടോ? കുറച്ചൊക്കെ ഹൃദയവസന്തം കുറച്ച് ഇടയ്ക്ക് കംപ്ലീറ്റ് ആവുന്നത്. ഇപ്പോ ഈ അറബി ക്ലാസ്സും ഇതും വിട്ടുപോകാതെ കേൾക്കുന്നത് കൃത്യമായിട്ട് ഇതാണ്. അധ്യാപികയായിരുന്നല്ലോ അല്ലേ നേരത്തെ? അതെ. ഓക്കെ ഓക്കെ. നിങ്ങളെ അധ്യാപന ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഓർമ്മ പങ്കുവെക്കാനുണ്ടോ? ഒരു ആളുകൾക്ക് ഒരു ഇൻസ്പയറിംഗ് ആണ് എന്തെങ്കിലും കാര്യം ഓർമ്മയിലുണ്ടോ?
എന്റെ കുട്ടികളൊക്കെ എപ്പോഴും ഞാൻ പഠിപ്പിച്ചു വിട്ടവരൊക്കെ എപ്പോഴും എന്തെങ്കിലും ആവശ്യത്തിന് എന്നെ വിളിക്കാറുണ്ട്. അതൊരു വലിയ അനുഗ്രഹം, സന്തോഷം. ഓക്കെ, മാഷാല്ലാ. നിങ്ങൾ ഈ ഒരു പിന്നെ മതപരമായ ചിന്തയിലേക്കും പഠനത്തിലേക്കും അങ്ങനത്തെ ഒരു കാര്യങ്ങളിലേക്കൊക്കെ വളരെ ചെറുപ്പം മുതലുണ്ടോ, അതല്ല പിന്നീട് വന്നതാണോ? ഇതിൽ പ്രത്യേക ആരെങ്കിലും ഒരു പ്രചോദനമായിട്ടുണ്ടോ? ചെറുപ്പം മുതൽ ഉണ്ട്. കൂടുതലും പഠിക്കാനൊക്കെ വിശദമായിട്ടൊക്കെ പഠിച്ചു തുടങ്ങിയത് പിന്നീടാണ്. ആ, ഓക്കെ ഓക്കെ കുടുംബത്തില് എല്ലാരും അങ്ങനെ തന്നെയായിരുന്നു. ഓക്കെ ഓക്കെ. വിശദമായിട്ടൊക്കെ പഠിക്കാൻ ഇപ്പൊ ഈ 500 വന്നപ്പോ നല്ല മറ്റേ വായിക്കാനൊക്കെ എല്ലാ പുസ്തകങ്ങളൊക്കെ ഇഷ്ടം പോലെ വീട്ടിലുണ്ട്. ഓ, എത്ര തന്നെത്താൻ വായിച്ചു പഠിക്കുന്നതും ഒരു കേട്ട് പഠിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടല്ലോ. അതെ, തീർച്ചയായും. ഓക്കെ, എന്തായാലും കേട്ട് ഭർത്താവിനോട് പഠിക്കുന്ന കുറെ അന്വേഷണം പറയും. ഓർമ്മ കേട്ടില്ല, വൺസ് മോർ പറഞ്ഞോളൂ. കേട്ട് പഠിക്കുന്നത് നന്നായിട്ട് ഓർമ്മ നിൽക്കും, മറ്റത് ആ, മറന്നു ഓക്കെ. തന്നെത്താൻ വായിച്ചു പഠിക്കപ്പം കിട്ടുന്നില്ല. ശരി ശരി, ഓക്കെ. ഏതായാലും സന്തോഷം. ഇൻഷാല്ലാ ഇനിയും ഇതേപോലത്തെ പ്ലാറ്റ്ഫോമുകളിലൊക്കെ എത്താനും കണ്ടുമുട്ടാനൊക്കെ ഉള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഓക്കെ, അസ്സാം വലൈക്കും. പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ മൊഡ്യൂൾ 500-ൻ്റെ മൊഡ്യൂൾ 15-ലെ ആയിരങ്ങൾക്കിടയിലെ മത്സരത്തിൽ നിന്ന് ആദ്യമെത്താൻ വേണ്ടി ശ്രമിക്കുന്ന 10 പേരിലെ 6ാമത്തെ വ്യക്തിയോടാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. നിങ്ങളെ പേരൊക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിക്കോളൂ. പേര് ജസീല, വീട് ചുങ്കം പട്ടിക്കാട്. മാഷാല്ലാ. പട്ടിക്കാട് എവിടെ? പട്ടിക്കാട് പള്ളിക്കുത്ത്. പള്ളിക്കുത്ത്. ഓക്കെ. പിന്നെ മക്കള്? മക്കള് 3 ആള്. എന്ത് ചെയ്യുന്നു? വലിയ മോള് CAക്ക് പഠിക്ക. മാരീഡാ? കല്യാണം കഴിച്ചാ? ഇല്ലല്ല. ആ. രണ്ടാമത്തോന് SLC കഴിഞ്ഞു. SLC ആണ് കൊല്ലം. അവനാണോ നിങ്ങളെ കൂടെ ഉള്ളത്? ഇവിടെ ഉണ്ട്. ഓക്കെ. പിന്നെ എന്നെ 3ാമത്തെ 2ാം ക്ലാസ് പഠിക്കണ കുട്ടി. ചെറിയ കുട്ടിയോ? ഹസ്ബൻഡ് ഗൾഫിലാ. ഓക്കെ, മാഷാല്ലാ. നിങ്ങള് 500 പഠിക്കാനൊക്കെ ഏത് സമയമാണ് ഉപയോഗിക്കാറ് സാധാരണഗതിയിൽ? വൈകുന്നേരം, ഉച്ചക്ക് ശേഷം ഉണ്ടാവുള്ളൂ. കുട്ടികളെ സ്കൂളിൽ പോയതിൻ്റെ ശേഷം അല്ലേ? ഓക്കെ. നിങ്ങൾ ഇതെല്ലാം നോട്ടൊക്കെ കംപ്ലീറ്റ് എടുക്കാറുണ്ടോ? നോട്ട് എഴുതിയെടുത്തുക്കണോ. ഓക്കെ. നിങ്ങൾ ഏതുവരെ പഠിച്ചതാണ്? വിദ്യാഭ്യാസ യോഗ്യത എന്താണ്? +2. +2. 500-ൻ്റെ ഏത് മൊഡ്യൂൾ മുതലാണ് പഠനം തുടങ്ങിയത്? ഫസ്റ്റ് മുതൽ തുടങ്ങിക്കണു. 1ഓ 2ഓ മിസ്സായിക്കണു. ബാക്കിയൊക്കെ ചെയ്തുക്കണു. അത് പഠിച്ചെടുക്കാനുള്ള അവസരമുണ്ടല്ലോ, അറിയാലോ അല്ലേ? നമ്മളെ നിലവിലുള്ള കോഴ്സ് ഓപ്ഷനിൽ തന്നെ നമുക്ക് മിസ്സായത് പഠിച്ചെടുക്കാനുള്ള അവസരമുണ്ട്. 2 മൊഡ്യൂള് പഠിച്ചിട്ടില്ല തോന്നുന്നുണ്ട്, ഒഴിവായിക്കണു. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ആരാണ് ഇത് പരിചയപ്പെടുത്തി തന്നെ? ഞാന് കാര്യവട്ട സലഫി സെന്റർ ഗ്രൂപ്പിലുണ്ട്. അവിടുന്ന് വന്നതാണ് അല്ലേ? ഓക്കെ. അവിടെ മെസ്സേജ്. ഓക്കെ. ഏതായാലും എന്നെ കേൾക്കണ ശ്രോതാക്കളൊക്കെ ശ്രദ്ധിക്കുക. വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഫോണും ഒക്കെ ഉപയോഗിച്ച് ഒരുപാട് കുറ്റങ്ങൾ വാങ്ങിക്കൂട്ടുന്ന ആളുകളാണ് നമ്മൾ. ഇപ്പോൾ ഇവിടെ ജസീല എന്ന നമ്മുടെ ഈ ഒരു ശ്രോതാവ്, അവർ പഠിതാവാകുന്നു, അവർ പരീക്ഷകൾ എഴുതുന്നു. ഇതിൽ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യം, ഓരോ ക്ലാസ്സും കഴിയുമ്പോൾ അതിൽ 3 ചോദ്യങ്ങൾക്ക് സമയബന്ധിതമായി 24 hours ഉത്തരം അയക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ 30% മാർക്ക് കട്ടാകാതെ ഇതിലെത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ പഠിച്ചാൽ മാത്രം പോരാ, സമയനിഷ്ഠ കൂടി പഠിച്ച് നമ്മുടെ മുന്നിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ അവർ ആ ഗ്രൂപ്പിൽ നിന്ന് ആര് കാരണമാണോ ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായത്, ഒരുപക്ഷെ ആ കോഴ്സ് അവിടെ അതിൻ്റെ ലിങ്കോ അല്ലെങ്കിൽ അതിൻ്റെ ആഡോ, നിങ്ങൾ എന്താണ് വാട്സാപ്പ് ഗ്രൂപ്പിൽ എന്താ കണ്ടത്? വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ മെസ്സേജ് കണ്ടതാണ്. അങ്ങനെ കോഴ്സ് ഉണ്ട് എന്നാണോ കണ്ടത്, അതല്ല പീസ് റേഡിയോ പൊതുവായിട്ട് കണ്ടത്? പൊതുവായിട്ട്. പിന്നെ പീസ് റേഡിയോ കേട്ടപ്പോൾ മനസ്സിലായി ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്. ഡൗൺലോഡ് ചെയ്തു, അപ്പൊ പിന്നെ മെസ്സേജുകൾ വരുമല്ലോ. അതെ അതെ, ഓക്കെ, ശരി. ഏതായാലും ബാറക്കല്ലാഹു ഫീക്ക്, ഈ രംഗത്ത് ഖുർആൻ പൂർണ്ണമായി പഠിക്കാനും അതിൻ്റെ ഗുണം നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും നമ്മുടെ ഇടപെടലുകളിലുമൊക്കെ 100% ഉണ്ടാവാനും അവസാനം സ്വർഗം കിട്ടാനൊക്കെ ഉള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. അപ്പം നമ്മൾ ശ്രോതാക്കളൊക്കെ ശ്രദ്ധിക്കുക, നമ്മുടെ സ്റ്റാറ്റസ് സ്റ്റോറി, നമ്മളുടെ വാട്സാപ്പുകൾ, നമ്മളെ കുടുംബ ഗ്രൂപ്പുകൾ, അതിലേക്കൊക്കെ ഇങ്ങനെ ആളുകൾക്ക് വേണ്ടതൊക്കെ എത്തിച്ചു കൊടുക്കാൻ നമ്മൾ ശ്രമിക്കണം.
ഒരു വ്യക്തി അതിൽ നിന്ന് വെളിച്ചം ഉൾക്കൊണ്ടാൽ ചിലപ്പോൾ നമ്മളെക്കാളും ഉയരത്തിലേക്ക് എത്താനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. എന്തായാലും നമ്മൾ ഈ ജസീല എന്നുള്ള പേര് പൊതുവെ മലയാളത്തിൽ അങ്ങനെ ഉച്ചരിച്ച് വരുന്നതാണ്. ശരിക്കും ആ വേർഡിൻ്റെ അടിസ്ഥാനം ജസീല എന്നാണ്. ഞാൻ സാന്ദർഭികമായിട്ട് പറയാണ്. പിന്നെ അപ്പോൾ അത് എനിക്ക് വായിൽ ജസീല എന്ന് എനിക്ക് വരുള്ളൂ. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എൻ്റെ പെങ്ങളെ പേരും ഇതേമാതിരി തന്നെയാണ്. ഏതായാലും ഞാനൊരു ചോദ്യമായി ഉന്നയിക്കുന്നു. ചോദ്യം ഇതാണ്: ബനു നളീർ, ബനു ഖുറൈള, ബനു ഖൈനുഖ. ബനു നളീർ, ബനു ഖുറൈള, ബനു ഖൈനുഖ എന്നീ മദീനയിലെ പ്രധാനപ്പെട്ട ഗോത്രങ്ങൾ ഇവർ ഏത് മതവിശ്വാസികളായിരുന്നു എന്നാണ് ചോദ്യം. ജൂതഗോത്രങ്ങളായിരുന്നു, മദീനയിലായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ചെല്ലുമ്പോഴേ അവരവിടെ ഉണ്ടായിരുന്നു. അവരുമായി പ്രവാചകൻ കൃത്യമായ ധാരണകളും സന്ധി സംഭാഷണങ്ങളും നടത്തിയിരുന്നു എന്നൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇനി അടുത്ത ചോദ്യം ശിക്ഷയിലുള്ള തുല്യതയെയും നീതിയെയും അറിയിക്കുന്ന, ശിക്ഷയിലുള്ള തുല്യത, നീതി ഇവ സംബന്ധിച്ച കാര്യങ്ങൾ അറിയിക്കുന്ന സൂറത്തു ബഖറയിലെ ആയത്ത് ഏതാണെന്നാണ് ചോദ്യം. ആയത്ത് നമ്പർ ഉണ്ട്. 179. ഒന്നുകൂടെ. ഉത്തരത്തിന്റെ അടുത്തങ്ങളുള്ളത് 178. ഓക്കെ, ഇനി നോക്കാം. ഇനി ഉത്തരം ശരിയാണോ അല്ലേന്ന് നമ്മളെ ജഡ്ജ്മെൻറ്റ് പാനൽ ഇവിടെ ഉണ്ട്. ഷംജിദ് KM, റനീഷ് മൊയ്തുട്ടി ആൻഡ് CP ഷഹീർ അവരിങ്ങൾക്കൊരു മാർക്ക് ഇട്ടിട്ടുണ്ടാകും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഏതായാലും ശ്രോതാക്കൾ ശ്രദ്ധിക്കണം. ഞാൻ ആയത്ത് നമ്പറാണ് ചോദിച്ചത്. എന്നോട് ചോദിച്ചാൽ എനിക്ക് കിട്ടൂല. ഞാനത് പറയണല്ലോ, പറഞ്ഞു പോകണല്ലോ കേട്ടോ. അപ്പോൾ അവരത്രയും നല്ലോണം പഠിക്കുന്നുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. ശരി, ഇനി നമ്മൾ കുറച്ചുകൂടി വിശദമായി പറയേണ്ട ചോദ്യമാണ് ചോദിക്കുന്നത്. ചോദ്യം കുറച്ച് വിശദമായി തന്നെ ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഉത്തരം പെട്ടെന്ന് മനസ്സിൽ തയ്യാറാക്കാനുള്ള ശ്രമവും ശ്രദ്ധയും ഉണ്ടാവുക. ചോദ്യം ഇങ്ങനെ വായിക്കുന്നു. ചോദ്യം ഇങ്ങനെയാണ്: അനാഥനായി വളർന്നിട്ടും തൻ്റെ ഉമ്മയുടെ കഠിനാധ്വാനത്തിലൂടെയും താല്പര്യത്തിലൂടെയും ലോകപ്രശസ്തനായ പണ്ഡിതനായി മാറിയ ഒരു വ്യക്തി, എനിക്ക് 10 വയസ്സുള്ളത് മുതൽ ഫജറിന് മുമ്പ് ഉമ്മ എന്നെ വിളിച്ചുണർത്തുമായിരുന്നു. തണുപ്പുകാലത്ത് വുളൂ ചെയ്യാൻ വേണ്ടി ഉമ്മ വെള്ളം ചൂടാക്കി നൽകുമായിരുന്നു. ഫജറിന് മുമ്പ് ഉമ്മയും ഞാനും ഒരുമിച്ച് നമസ്കരിക്കുമായിരുന്നു. തുടർന്ന് ഇരുട്ടുള്ള വഴിയിലൂടെ എന്നെ കൂട്ടി ഉമ്മ ഫജർ നമസ്കാരത്തിനായി മസ്ജിദിലേക്ക് പോകുമായിരുന്നു. ഞാൻ പള്ളിയിൽ ഇരുന്ന് ഖുർആൻ പഠിക്കാനും അത് മനഃപ്പാടമാക്കാനും വേണ്ടി ഉമ്മ അവിടെ തന്നെ കാത്തിരിക്കുമായിരുന്നു. ഈ വാക്കുകൾ ആരുടേതാണ് എന്നാണ് ചോദ്യം. ജസീല പറഞ്ഞോളൂ. ഇമാം ഷാഫി. ഫൈനൽ ചെയ്തില്ലേ? തെറ്റിയിട്ടില്ലല്ലോ? ആ ശബ്ദം അവസാനിച്ചാൽ പിന്നെ പറയാൻ പറ്റില്ല. ഉറപ്പിച്ചു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എത്ര ചോദ്യം തന്നു? 3 ആണോ? 3 4? 3. ഓക്കെ, ഇത് ഈ ഒരു ഇമാം ആരാണെന്ന് ഇപ്പോൾ പറയണതിൽ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്. ഇത് നമ്മൾ എല്ലാവരും ഒന്ന് മനസ്സിൽ വെക്കേണ്ടതാണ്. ആ മോനെ വിളിച്ചുണർത്തുന്നു, ചൂടുള്ള വെള്ളം ഉണ്ടാക്കി കൊടുത്ത് ഒളു ചെയ്യിപ്പിക്കുന്നു, ഇരുട്ടുള്ള വഴിയിലൂടെ ഉമ്മയും പോകുന്നു. നമ്മളൊക്കെ നാട്ടിൽ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവർ അടുക്കള, അങ്ങാടി, കല്യാണം, സർക്കസ്, സിനിമ എല്ലായിടത്തും പോവാം, പള്ളിയിൽ മാത്രം പോകാൻ പാടില്ല. ഇങ്ങനെ കുറച്ച് ഉസ്താദുമാരുള്ളതുകൊണ്ടേ നല്ല സുഖമാണ്. ഇരിക്കട്ടെ, എന്തായാലും അടുത്തൊരു ചോദ്യത്തിലേക്ക് ഞാൻ പോവാണ്. അടുത്ത ചോദ്യം 4ാമത്തെ ചോദ്യമാണ്. 4ാമത്തെ ചോദ്യം: ഇസ്ലാം ഉപേക്ഷിച്ച് അള്ളാഹുവിനോടും റസൂലിനോടും യുദ്ധം പ്രഖ്യാപിച്ചാൽ ഇസ്ലാമിക കോടതി നിലവിലുണ്ടെങ്കിൽ നൽകപ്പെടുന്ന ശിക്ഷയെന്ത്? ഇസ്ലാം ഒരാൾക്ക് ഉപേക്ഷിക്കാം. ഖിസാസ്. എന്ത് ഖിസാസാണ് കൊടുക്കുക എന്നാണ് ചോദ്യം. അപ്പോൾ ഇസ്ലാം ആർക്കും ഉപേക്ഷിക്കാം. പക്ഷേ ഇസ്ലാം ഉപേക്ഷിക്കുന്ന ഒരു വ്യക്തി ഇസ്ലാമിക സമൂഹത്തിന് ഭീഷണിയാകും വിധം രൂപപ്പെടുന്ന ഒരു കോണ്ടക്സ്റ്റിനെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഇവിടെ പ്രത്യേകം പറയുന്നത്. 4 ചോദ്യം പിന്നിട്ടിരിക്കുന്നു.
നമ്മുടെ പഠിതാവ് 4 ചോദ്യത്തിലെയും ഉത്തരങ്ങൾ ഷാർപ്പാണോ, അതിൻ്റെ ടൈമിംഗ് എങ്ങനെയാണ്, ഇതൊക്കെ പിന്നീട് വിശദാംശങ്ങൾ വരേണ്ടതാണ്. ഇനി അടുത്തൊരു ചോദ്യം ഇങ്ങനെയാണ്: ഇസ്ലാം സ്വീകരിച്ച് നബിയുടെ കൂടെ യുദ്ധത്തിന് പോയ ആറാബിയോട് തിരുനബി പറഞ്ഞതെന്ത്? ഇസ്ലാം സ്വീകരിച്ച് നബിയുടെ കൂടെ യുദ്ധത്തിന് പോയ ആറാബിയോട് തിരുനബി പറഞ്ഞതെന്ത്? സിദുക്കിനെ കുറിച്ചാണ് പറഞ്ഞത്. അതെന്താണെന്ന് പറഞ്ഞോളൂ. അള്ളാഹുവിനോട് സിദുക്ക് പുലർത്തിയാൽ അള്ളാഹു നിങ്ങളോട് സിദുക്ക് പുലർത്തും. 4 ചോദ്യങ്ങൾ പിന്നിട്ടു. 4 5 5 ചോദ്യങ്ങളും പിന്നിട്ടു. നല്ല പെർഫോമൻസ് ആയിരുന്നു. അവർ പിന്നെ 2 മക്കളുടെ ഉമ്മയാണ്, പ്രവാസിയുടെ ഭാര്യയാണ്. 3 മക്കളുടെ ഉമ്മയാണ്, പ്രവാസിയുടെ ഭാര്യയാണ്. ഒരു പ്രവാസിയുടെ ഭാര്യ സ്വാഭാവികമായിട്ട് ആ വീട്ടിൽ അവർക്ക് കുറച്ചും കൂടി അധിക ചുമതലയുണ്ട്. അതിൻ്റെ ഇടയിൽ അവർ വായിക്കാൻ ശ്രമിക്കുന്നു, പഠിക്കാൻ ശ്രമിക്കുന്നു. ഏതോ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ ഒരു ലിങ്ക് വഴി അവർ നീണ്ട മണിക്കൂറുകൾ ഖുർആൻ പഠനത്തിൻ്റെ വഴിയിൽ ചെലവഴിച്ചിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഖുർആൻ പഠിക്കുന്ന വ്യക്തികൾക്ക് പരലോകത്തുനിന്ന് മാത്രമല്ല പ്രതിഫലം, ഇഹലോകത്തും അതിൻ്റെ ഗുണഫലം പടച്ചോൻ കൊടുക്കും. വളരെ കൃത്യമായ ചില സംരക്ഷണങ്ങൾ, ചില നേട്ടങ്ങൾ, മഹത്വങ്ങളൊക്കെ പടച്ചോൻ കൊടുക്കും. ഒരു വലിയ മഹത്വമാണത്. വളരെ മത്സരബുദ്ധിയോടുകൂടെ ആഴത്തിൽ പഠിക്കുന്ന 100 കണക്കിന് ആളുകൾക്കിടയിൽ നിന്ന് ഈ ഫോണിൻ വൈവയിൽ അവർക്ക് എത്താൻ പറ്റി എന്നുള്ളത് തന്നെ ഒരു റാങ്ക് ഹോൾഡറുടെ വിജയത്തിലുപരിയായിട്ടുള്ളൊരു കാര്യമാണ്. ഏതായാലും നല്ല പെർഫോമൻസ് ആയിരുന്നു അവർ കാഴ്ചവെച്ചത്. അവർക്ക് ടെക്നിക്കൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് സൂമും കാര്യമൊക്കെ കണക്ട് ചെയ്ത് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് അവനോടുണ്ട്. മോനോട് എൻ്റെ ഒരു അന്വേഷണം പറയാം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ബാറകല്ലാഹു ഫീക്ക്.